ടി ജി മൊത്തത്തിൽ രാജ്യത്തിൻ്റെ ഒരു സാഹചര്യം ഒരു പുറത്തും അകത്തും കുറച്ച് പ്രശ്നങ്ങൾ ഒക്കെ ഉയർന്നു വരുന്നൊരു കാലഘട്ടമാണ്. അതായത് ട്രംപിൻ്റെ താരിഫ്, ഒപ്പം അമേരിക്കയിലെത്തി അസിം മുനീറിൻ്റെ ന്യൂക്ക് ഡയലോഗ്, അതായത് ഞങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾക്കൊപ്പം ഇത്ര ഇതും കൂടെ ഞങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെയുള്ളൊരു ആദ്യം പ്രയോഗിക്കുമെന്നൊക്കെയുള്ള ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഭീഷണി, അകത്ത് യാതൊരർത്ഥവുമില്ലാത്ത ഒരു വിഷയം സംബന്ധിച്ച് പ്രതിപക്ഷ കക്ഷികൾ പ്രശ്നമുണ്ടാക്കുന്നു. ഇങ്ങനൊരു അകത്തും പുറത്തും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു സാഹചര്യം, ഒരേ സമയം ആഭ്യന്തരവും ബാഹ്യവുമായ ഭീഷണികൾ നേരിടാനുള്ള സാഹചര്യം. അല്ല, അത് ഇപ്പോഴല്ല. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് 2014 മുതൽ ഇതേ അവസ്ഥയാണ്, അകത്തും പുറത്തും. പല രീതിയിൽ പല നമ്പറുകൾ പയറ്റി നോക്കുന്നു പലരും. അതിന് മോദി ശക്തനായിട്ട് വരുന്നു. ഓഫ് കോഴ്സ് ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി 2024 തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ ബഹളത്തിൽ എനിക്ക് മനസ്സിലാവാത്തത് അതാണ്. വോട്ട് ചോരി എന്നങ്ങനെ പറയുന്നു. ആദ്യത്തെ 1-2 ദിവസം മലയാളം മീഡിയയൊക്കെ വോട്ട് ചോരി, പിന്നെ ആ വാക്കങ്ങോട്ട് ഒക്കുന്നില്ല. ഈ ചില വാക്കുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സമൂഹത്തിൽ ഇറക്കി വിട്ടില്ലെങ്കിൽ അത് ചീറ്റിപ്പോവും. ഇപ്പം ചൗക്കിദാർ ചോർ ഹേ, അത് ചീറ്റിപ്പോയി. അല്ല, അതിൻ്റെ ഫലമുണ്ടായില്ല. പക്ഷേ ആ വാക്ക് ആൾക്കാർ ചൗക്കിദാർ ചോർ ഹേ ഹിന്ദിയാണ്. വോട്ട് ചോരിക്ക് സംഭവിച്ചത് ഈ വോട്ട് ഇംഗ്ലീഷാണ്, ചോരി ഹിന്ദിയാണ്. വോട്ട് ചോരി മലയാളത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് വോട്ട് ചോർന്നു, ഈ ഒരു ഇമ്പ്രഷനാണ് ഉണ്ടാകുന്നത്, വോട്ട് ചോരി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം മാധ്യമങ്ങളത് മാറ്റിയിട്ട് വോട്ട് മോഷണം, വേറൊരു ചാനൽ വോട്ട് കൊള്ള. ഇതോടെ സംഭവിക്കുന്നത് ഇതിൻ്റെ ഇമ്പാക്റ്റ് അങ്ങ് ഇല്ലാതെ പോകുന്നു. ഇപ്പോൾ നോക്കിയോ, തെക്കന്മാരും വടക്കന്മാരും ഒരുപോലെ ഉപയോഗിക്കുന്ന വാക്കാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി. ഭംഗിയുള്ളൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്ത് വാങ്ങിക്കോട്ടെ, എന്തിനു ഉപയോഗിക്കുന്നു. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്ന് വേർഡ് കോയിൻ ചെയ്തവനെ സമ്മതിക്കണം. ഇപ്പോൾ ഇതുപോലെ ആയിരിക്കണം ഒരു മുദ്രാവാക്യം കോയിൻ ചെയ്യുന്നത്. വോട്ട് ചോരി ചീറ്റിപ്പോയത് തെക്കോട്ടൊക്കെ ചീറ്റിപ്പോവും. മാത്രമല്ല, സ്റ്റാലിൻ ഇത് സമ്മതിക്കുമോ, ചോരി എന്നുള്ള വാക്ക്? സമ്മതിക്കില്ല. അതുമ്പോൾ ഇത് തുടങ്ങുമ്പോഴേ അറിയാം. ആ പത്രസമ്മേളനം തുടങ്ങുമ്പോഴത്തേനും മൊത്തം അവലക്ഷണമായിരുന്നു. പലതവണ ഈ രാഹുൽ ഗാന്ധിയുടെ പ്രൊജക്ടർ ഓഫായിപ്പോയി. പിന്നെ പ്രൊജക്ടറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഏറ്റവും അവസാനമായിരുന്നു കോമഡി. രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനഗണമനയുടെ പാട്ടം കേട്ടു, ദേശീയഗാനം. പുള്ളി ഓടിപ്പോയി മേശപ്പുറത്ത് മൈക്ക് വെച്ചിട്ട് അറ്റൻഷനായിട്ട് നിന്നു. അത് കാണേണ്ട കാഴ്ചയായിരുന്നു. ആരും ആ പത്രസമ്മേളനം മുഴുവൻ ഇരുന്ന് കണ്ടില്ല. ഞാനിരുന്ന് കണ്ടു, 1 മണിക്കൂറിലധികം ഉണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടപ്പോഴാണ് ഈ തമാശകളൊക്കെ എനിക്ക് മനസ്സിലായത്. യൂട്യൂബിലാണ് കണ്ടത്, മറ്റേ നടക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ വലിയ തമാശയായിരുന്നു ഇവരുടെ